ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷീറ്റ്സ്. പിന്നെ നമ്മൾ ഒരു പുതിയ സീരീസ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പെൻസിൽ ഡ്രോയിങ് ആണ്. ഇനി നമ്മൾ കുറച്ച് കളറിങ്ങിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ ആവാറായില്ല, അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ കളറിങ്ങിൻ്റെ ബേസിക്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓയിൽ പേസ്റ്റൽസ്, അതുപോലെ കളർ പെൻസിൽ, വാട്ടർ കളർ, അങ്ങനെ എല്ലാതും നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് ഓയിൽ പേസ്റ്റൽസിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിന്നെ ഇമ്പ്രൂവ് ചെയ്ത് പോവാം. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കളറിങ് ഒക്കെ ഇഷ്ടപ്പെട്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ വീഡിയോസ് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ സീരീസ് ഫുള്ള് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് പോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഡ്രോയിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. വീഡിയോയ്ക്ക് പോവാം. ഇന്ന് നമ്മൾ ഓയിൽ പേസ്റ്റൽസും അതുപോലെ ക്രയോൺസും ഒക്കെ വെച്ച് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്യാമലിൻ്റെ ഈ ഓയിൽ പേസ്റ്റൽസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഓയിൽ പേസ്റ്റൽസ് ആണുള്ളത്, അതുപോലെ ക്രയോൺസ് ആണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാക്കറ്റ് ക്രയോൺസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ പേസ്റ്റൽസ് വാങ്ങിക്കുക. അതിനധികം റേറ്റൊന്നും വരില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ട് ഒരു ക്രയോൺസ് വാങ്ങിച്ച് വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഏറ്റവും ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഡോണ്ട് യൂസ് എ സിംഗിൾ കളർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ഉണ്ണിയോളൊക്കെ ഞാൻ വരയ്ക്കണ കണ്ടിട്ടുണ്ട്. അവരിപ്പോൾ ഒരു റെഡ് ഫ്ലവർ ആണെന്ന് വരയ്ക്കണമെന്ന് വെച്ചാൽ അവർ ഒരു റെഡ് ക്രയോൺസ് എടുക്കും. എന്നിട്ട് ആ എതളുകൾക്ക്, ആ ഫ്ലവറിൻ്റെ പെറ്റൽസിന് മൊത്തം ഒരു റെഡ് കളർ വെച്ച് കൊടുക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ കളർ ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡും നമ്മൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ റെഡ് ഫ്ലവറാണ് വരയ്ക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ചും കൂടി എടുക്കുക. അപ്പോൾ അതിൻ്റെ ലൈറ്റ് അടിക്കുന്ന പോർഷൻസിൽ ഓറഞ്ച് ഷെയ്ഡും പിന്നെ ഡാർക്കറായിട്ട് നിൽക്കുന്ന പോർഷൻസിൽ റെഡ് ഷെയ്ഡും കൊടുക്കണം. അങ്ങനെ വേണം കൊടുത്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് അതൊന്ന് കാണിച്ചു തരാം. ഇതിൽ ഞാൻ ഫസ്റ്റ് പെറ്റൽ ഷെയ്ഡ് ചെയ്തേക്കണ കണ്ടില്ലേ, കളർ ചെയ്തേക്കണ കണ്ടില്ലേ, അതുപോലെയാണ് സാധാരണ ഉണ്ണികളൊക്കെ കളർ ചെയ്യുന്നത് ഞാൻ കണ്ടേക്കണം. ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഈ രണ്ടാമത്തെ പെറ്റലാണ് ആദ്യം തന്നെ ഞാൻ റെഡ് ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ തൊട്ട് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് പെറ്റൽസ് നോക്കി ഇതിൽ ഏതാണ് ഏറ്റവും ഭംഗി? രണ്ടാമത്തെ പെറ്റലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഒറ്റ കളർ യൂസ് ചെയ്യാണ്ട് 2-3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ആ ഇമേജസൊക്കെ കുറച്ചും കൂടി ഭംഗിയിലിരിക്കും. ഇതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട ടിപ്പ്. അപ്പോൾ നമുക്കിനി 2-3 പെറ്റൽസ് ഞാൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ റെഡ് ഷെയ്ഡ് അല്ലെങ്കിൽ ഓറഞ്ച് ഷെയ്ഡ് എടുക്കുക. ഞാൻ ഓറഞ്ച് യെല്ലോയും വെച്ചിട്ട് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓറഞ്ച് ഷെയ്ഡ് എടുത്തു, അതിനുശേഷം ഞാൻ യെല്ലോ എടുത്തു. എന്നിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ട് നടുവിൽ അത് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം. ഇപ്പോൾ വേണ്ട കറക്റ്റായിട്ട് വന്നത്. ഇനി നമുക്ക് 3 കളേഴ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ റെഡ് എടുത്തിട്ടുണ്ട്, ഓറഞ്ച് എടുത്തിട്ടുണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം റെഡ് കൊടുത്തു, പിന്നെ കുറച്ച് ഓറഞ്ച് കൊടുത്തു, അതിന് ശേഷം നമുക്കിനി യെല്ലോ കൊടുക്കാം. വേണ്ട ഇങ്ങനെയാണ് വരാം. അപ്പോൾ കുറച്ചും കൂടിയും ആ ഒരു കളർസ് നല്ല ഭംഗിയിൽ വന്നു. കണ്ട 3 കളേഴ്സ് കൊടുത്തപ്പോൾ കുറച്ചും കൂടി ഭംഗി കൂടി. പക്ഷേ ഇതൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ഇമേജ് കുറച്ച് വലുതാക്കി വരച്ചാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കളേഴ്സ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് കൊടുത്തിട്ട് ഞാൻ യെല്ലോ കൊടുത്തു വിചാരിക്കാം. നമ്മൾ ഇപ്പോഴും ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുകളിലത്തെ തൊട്ട് ലൈറ്റായിട്ടുള്ള ഷെയ്ഡാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ റെഡും യെല്ലോയും കൊടുത്തപ്പോൾ കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നില്ല. അത് പിന്നെ ബ്ലെൻഡിങ് അത്ര ശരിയാവാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ കുറേ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും തമ്മിലൊരു യോജിക്കാത്ത പോലെ ഒരു ഇതുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ചും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ എപ്പോഴും ഷെയ്ഡ് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ റെഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് ലൈറ്റ് കളറായിട്ടുള്ള ഓറഞ്ച് എടുക്കുക, ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് ലൈറ്റ് കളറായിട്ടുള്ള യെല്ലോ എടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയിൽ വരും. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഡാർക്ക് ഷെയ്ഡാണ് ആദ്യം കൊടുത്തത്, അതിന് ശേഷമാണ് ലൈറ്റ് ഷെയ്ഡ് കൊടുത്തത്. ആദ്യം ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം യെല്ലോ കൊടുത്തു, പിന്നെ ഓറഞ്ച് കൊടുത്തു, പിന്നെ റെഡ് കൊടുക്കുകയാണ്. അപ്പോൾ നോക്കി അത്രയ്ക്ക് അങ്ങോട്ട് ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെയാണുള്ളത്. നമ്മളെപ്പോഴും എളുപ്പവഴിക്കെന്ന് വെച്ചാൽ ആദ്യം ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ അതിന് മുകളിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി. ഇതിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. പക്ഷേ കുറച്ചും കൂടി ഇരട്ടിപ്പണിയാണ്. മറ്റേതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഒരു റൗണ്ട് വരച്ചിട്ട് അതിലെങ്ങനെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഡാർക്കിൽ നിന്ന് ലൈറ്റായിട്ട് അടിക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവുക. ഞാനിപ്പോൾ ലൈറ്റിൽ നിന്ന് ഡാർക്കാണ് കാണിച്ചു തരുന്നത്. രണ്ടായാലും ഏകദേശം സെയിം പ്രോസസ്സാണ്. ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. ഞാൻ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്കാണ് പോകുന്നത്. അത് ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള യെല്ലോ അടിച്ചു, പിന്നെ ഓറഞ്ച് അടിക്കുകയാണ്. അതിന് ശേഷം റെഡ് കളർ അടിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ യെല്ലോയും ഓറഞ്ച് അടിച്ചിട്ട് യെല്ലോ വെച്ചിട്ട് അതിന് മുകളിൽ കൂടെ ഒന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ആ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഇങ്ങനെ ബ്ലെൻഡ് ആയിക്കോളും. ഇനി നെക്സ്റ്റ് ഞാനിപ്പോൾ റെഡാണ് അടിക്കുന്നത്. റെഡ് അടിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫുൾ റെഡ് അടിച്ച് തീർന്നതിന് ശേഷം ഓറഞ്ച് കളർ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ടിപ്പ് പറഞ്ഞു തരാം. നമ്മളെപ്പോഴും കളർ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഇമേജ് കുറച്ചുകൂടി നീറ്റായിട്ട് വരും. ഓൾവേസ് കളർ ഇൻ വൺ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ 2 ബോക്സ് വരയ്ക്കാം. എന്നിട്ട് അതിൽ എങ്ങനെയാണ് രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റത്തേലെന്ന് വെച്ചാൽ ഞാൻ ഒരു സെയിം ഡയറക്ഷനിലേക്കാണ് താഴ്ത്തുന്ന മുകളിലേക്ക് ഇങ്ങനെ സെയിം ഡയറക്ഷനിലേക്കാണ് കളർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വേണം നമ്മളെപ്പോഴും കളർ ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്ത ബോക്സിൽ കളർ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം കുറച്ച് ഇങ്ങോട്ട് അടിച്ചു, പിന്നെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ അടിച്ചു. ഇങ്ങനെ പല ഡയറക്ഷനിൽ അടിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു നീറ്റ്നെസ് വരില്ല. നമുക്ക് കളർ ചെയ്യാനോണ്ട് കുഴപ്പമില്ല, പക്ഷേ ആ ഒരു സെയിം ഡയറക്ഷനിലേക്ക് അടിച്ച അത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഞാൻ ചെയ്ത പോലെ വേണം കളർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് വേ ഓഫ് കളറിങ്. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം ഒരേ വരയ്ക്കുമ്പോൾ കളർ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് കളർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഡു നോട്ട് യൂസ് ബ്ലാക്ക് ഡയറക്റ്റ്ലി. നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ ബ്ലാക്ക് കളറിൻ്റെ യൂസേജ് എപ്പോഴും കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ കളറൊക്കെ ചെയ്യണ സമയത്ത് ഓയിൽ പേസ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ബ്ലാക്ക് ഒന്നും ഒരിക്കലും യൂസ് ചെയ്യരുത് നമ്മളെ പേപ്പറിൽ. പിന്നെ മൊത്തത്തിലെല്ലാം അങ്ങോട്ട് ഇരുണ്ട് പോവും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെപ്പോഴും ലൈറ്റ് കളേഴ്സ്, ഇപ്പോൾ ഒരു കല്ല് വരയ്ക്കണം, കല്ലൊക്കെ എന്തായാലും ബ്ലാക്ക് ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയി ബ്ലാക്ക് അടിക്കരുത്. നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ബ്രൗൺ വെച്ചിട്ട് കളർ ചെയ്യുക. എന്നിട്ട് എവിടെയാണോ ബ്ലാക്ക് അത്യാവശ്യമായിട്ടുള്ള അവിടെ മാത്രം ബ്ലാക്ക് അവസാനം യൂസ് ചെയ്യാം. അങ്ങനെ വേണം നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇമേജ് തന്നെ മൊത്തത്തിൽ ബ്ലാക്കായി പോകും. അതാണ് ഉണ്ടാവുക പ്രശ്നം. പിന്നെ അതുപോലെ നമ്മൾ ബ്ലാക്ക് നമ്മുടെ പേപ്പറിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി എല്ലാ സ്ഥലവും ആകാശവും അതുപോലെ താഴെ എല്ലാം വരച്ച് കഴിഞ്ഞതിന് ശേഷം അവസാനം മാത്രമാണ് നമ്മൾ ബ്ലാക്ക് നമ്മുടെ പേപ്പറിൽ യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്താലാണ് ആ ഭംഗി ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബ്ലാക്ക് ആദ്യം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് മൊത്തത്തിൽ ഇങ്ങനെ ഡാർക്കായിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ട് പിന്നെ ബ്ലാക്ക് കുറച്ച് മാത്രം എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഞാനിവിടെ ഒരു കല്ലിൻ്റെ ഇമേജ് ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ അധികം ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കണതൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള ടിപ്സൊക്കെയാണ് പറഞ്ഞത്. നമ്മൾക്കിനി അടുത്ത ക്ലാസ് മുതൽ കുറച്ചും കൂടി വരയ്ക്കാനായിട്ട് പഠിക്കാം. കുറച്ച് സീനറീസ് വരയ്ക്കാൻ പഠിക്കാം. എന്നിട്ട് അത് കളർ ചെയ്യാൻ പഠിക്കാം. അതുപോലെ കുറച്ച് എളുപ്പമുള്ള ഇങ്ങനെ ഇമേജസ് ആയിട്ടുള്ള താറാവിനെയും പിന്നെ വേറെ എന്തെങ്കിലും ഹ്യൂമൻ ഫിഗേഴ്സ് അതൊക്കെ വരച്ചിട്ട് കളർ ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ട്രീ വരച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ബ്രൗൺ കളർ യൂസ് ചെയ്ത് വരയ്ക്കായിരുന്നു. അപ്പോൾ ഞാനിവിടെ 2-3 കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. എല്ലാതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോസ് തൊട്ട് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ഇമേജസ് വരച്ച് കളർ ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വരച്ച് പഠിക്കാം. അപ്പോൾ ഈ വെക്കേഷനൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാം. ഈ വെക്കേഷൻ കൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രോയിങ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഞാനിനി കമ്മ്യൂണിറ്റി ടാബിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എല്ലാവരും നോക്കി വരച്ച് പഠിക്കുക. പിന്നെ നിങ്ങൾ വരച്ച ഫോട്ടോസ് എനിക്ക് അയച്ചു തരാം. അപ്പോൾ ഞാൻ സമയം കിട്ടുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂസൊക്കെ പറഞ്ഞു തരാം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.